കുപ്പി വേണം, എനിക്ക് കുപ്പി വേണം. കുട്ടൂസന്റെ കുപ്പി വേണം. കുന്തം വേണം, എനിക്ക് കുന്തം വേണം. ലുട്ട പീടെ കുന്തം വേണം. യോ ലൈറ്റ് ഓഫ് ചെയ്യേ. ലൈറ്റ് ഓഫ് ചെയ്തത് എന്തിനാ? ഞാൻ സിനിമാ നടന്മാരെ പോലെ ഡാൻസ് കളിക്കുമായിരുന്നില്ലേ? നിനക്കെന്തായാലും ഭാഗ്യമുണ്ട് ഹണി. അല്ലെന്നുണ്ടെങ്കിലേ സോർദാർ സ്വിച്ച് ഓൺ ചെയ്തപ്പോഴേ നീ എന്നേക്കുമായി സ്വിച്ച് ഓഫ് ആയി പോയേനെ. സംശയമുണ്ടോ? ഞാനെന്താ വല്ല കളിപ്പാട്ടാണോ സ്വിച്ച് ഓൺ ആവാനും ഓഫ് ആവാനും? എടാ കഴുതേ, നീ ഒരു കഴുത തന്നെ. ഈ LEDs എന്തുവാ, മാലയാന്നോ നിനക്ക് ഇങ്ങനെ ചുറ്റിയിടാൻ വേണ്ടി? ഞാനിത് ചുറ്റി വെച്ചിരിക്കൊന്നും അല്ല, ഇതെന്റെ കൈ കുടുങ്ങിയതാ. എന്റെ ഹണി, നിന്നെ ഇപ്പൊ കർണടിക്കേണ്ടതായിരുന്നു. അതെ, ഈ ദീപാവലി ഉണ്ടല്ലോ വളരെ അപകടം പിടിച്ചൊരു ഉത്സവമാണ്. അതിന്റെ കൂടെ പടക്കം പൊട്ടിക്കുന്നത് ഈ ലൈറ്റിനേക്കാളും വലിയ അപകടമാ അല്ലേ കൊച്ചളിയ? അല്ല അല്ല, അത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ദീപാവലി ആഘോഷിക്കാം. അപകടമില്ലാത്ത ദീപാവലി, ഗുണ്ടും പടക്കവും ഇല്ലാതെ, നോയിസും പൊല്യൂഷനും ഇല്ലാതെ. നീ എന്താണ് ഈ പറയുന്നത്? ഹണിക്കാണെങ്കിൽ ബുദ്ധിയില്ലെന്ന് വെക്കാം, പക്ഷെ നീ അങ്ങനെയാണോ? ഒന്ന് ചിന്തിക്കേ. ആലോചിക്ക്, നമ്മുടെ ഈ നാട് മുഴുവൻ ആഘോഷിക്കുന്ന ഒരു മനോഹരമായ ദീപാവലി. പൂത്തിരി, ചക്രം, കൊച്ചുകുട്ടികളുടെ കളിയും ചിരിയും. എല്ലാവരും ഒരുമിച്ചായിരിക്കണം, ഒരുമിച്ച് ഭക്ഷണം കഴിക്കണം, എല്ലാവരും സന്തോഷത്തോടെയും സേഫ് ആയിട്ടിരിക്കണം. അത് നല്ലൊരു ഐഡിയ തന്നെയാണ്. വളരെ മോശമാണ് സോർദാറെ. നിന്റെ നാവ് പറയുന്നുണ്ട് നിന്റെ മുഴുവൻ ശ്രദ്ധയും ഇപ്പൊ കണ്ട ഐഡിയയിലെ ലാസ്റ്റ് ഡിന്നറിലാണെന്ന്. സംശയമുണ്ടോ? അതിലെന്താ, ഇത് പ്ലാനിന്റെ ഒരു ഭാഗം തന്നെയല്ലേ? മാത്രവുമല്ല ആ പ്ലാൻ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ചിന്തിക്ക് പോകട്ടെ, വെടിയില്ല, പുകയില്ല, എല്ലാവരും സന്തോഷത്തിലായിരിക്കും. ദീപാവലി നമുക്ക് ഒത്തൊരുമിച്ച് ആഘോഷിക്കാം. എല്ലാവരും ഉത്സവത്തിന്റെ പ്രതീതിയായിരിക്കും. ഈ വർഷത്തെ ദീപാവലി സേഫ് ആയിരിക്കും. എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല. നീ ഒന്ന് ആലോചിച്ചേ, ഇതിനൊക്കെ ചെലവൊക്കെ കാശ് ഇവിടുന്ന് കിട്ടാനാ? ഇതിനൊക്കെ എന്തായാലും നല്ല ചെലവുണ്ടാവും. പക്ഷെ നമ്മളാണെങ്കിൽ സാധാരണക്കാരല്ലേ, ഇത്തരം കാര്യങ്ങളൊക്കെ എങ്ങനെ ശരിയാക്കി എടുക്കാനാ? അതിന് നമുക്ക് നാട്ടുകാരെ കാശ് പിരിക്കാം. ദിവാലി സമയത്ത് നമ്മൾ കാശ് വെക്കാൻ പോവാണെങ്കിലേ ആൾക്കാർ ഫ്രോഡാന്ന് വിചാരിച്ച് നമ്മൾ എടുത്തിട്ട് അലക്കും. അങ്ങനെ ആയാലും കുഴപ്പമൊന്നുമില്ലല്ലോ. ദീപാവലിക്ക് എന്തായാലും ഒരു നല്ല തമാശ കാണാലോ. എന്റെ കൂട്ടുകാർ തമാശയല്ല ഞാൻ പറഞ്ഞത്. എല്ലാവരും നമുക്ക് ഉറപ്പായിട്ടും പിരിവ് തരും. നമ്മുടെ ശ്രമങ്ങൾ പലപ്പോഴും വിജയിക്കാറുണ്ട്, ചിലപ്പോൾ പരാജയപ്പെടാറുമുണ്ട്. പിന്നെ നിന്റെ ഈ ശ്രമം അത് ഉറപ്പായിട്ടും പരാജയപ്പെടും. സംശയമുണ്ടോ? എന്നാലും നമുക്ക് ശ്രമിച്ചു നോക്കാലോ. ഒരു പക്ഷെ വർക്കൗട്ട് ആയി കഴിഞ്ഞാൽ നാട്ടുകാരെല്ലാം നമ്മളെ ഒരുപാട് പ്രശംസിക്കും. എന്നാ പിന്നെ വേഗം വാ, പിരിവിന് വേണ്ടിയുള്ള ബോക്സ് തയ്യാറാക്കാം നമുക്ക്. വാ. എടാ ദരിദ്രവാസികളെ, നിങ്ങൾ ദീപാവലി പിരിവെടുത്താണ് ആഘോഷിക്കുന്നത്. സണ്ണിച്ചേട്ടാ, ഇവന്മാരത് ചെയ്ത് കാണിച്ച ഈ നാട്ടുകാർ മുഴുവൻ ഇവനെ അഭിനന്ദിച്ച് തലേ കയറ്റി വെക്കും. യുവമാരെ അഭിനന്ദിക്കുകയല്ല, നല്ല ചവിട്ടാണ് ചവിട്ടേണ്ടത്. ചവിട്ട്. ഈ വർഷത്തെ ദീപാവലി ഇവന്മാർ മറക്കാൻ പോകുന്നില്ല. അവന്മാരുടെ സേഫ് ദീപാവലി. ഈ വർഷത്തെ ദീപാവലി ഇവന്മാർ ഒരിക്കലും മറക്കില്ല. ദീപാവലിയുടെ പിരിവാണ്. ഗോവിന്ദസ്വാമിക്ക് എന്നാണ് വധശിക്ഷ വിധിക്കുന്നത്? അല്ല, ദീപാവലിക്കാരാണ് പിരിവ് ചോദിക്കുന്നത്. സാർ ഒരുപാട് ദീപാവലികൾ കണ്ടിട്ടുണ്ടാകും, പക്ഷെ ഇപ്രാവശ്യത്തെ ദീപാവലി ഖന്ന സാർ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ടെറർ ആയിരിക്കും. സംശയമുണ്ടോ? എന്താ കന്ന സാറേ, പോപ്പട്ട് ഉദ്ദേശിച്ചത് ശരിയാണ്, പക്ഷെ അർത്ഥം മാറിപ്പോയെന്നേ ഉള്ളൂ. ആലോചിച്ച് നോക്കിയേ, നാട്ടിൽ എല്ലാവരും ചേർന്ന് ദീപാവലി ആഘോഷിക്കുന്നു. എല്ലാവരും ആടുന്നു, പാടുന്നു, സന്തോഷിക്കുന്നു. എല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. ഞങ്ങളും സാറും. ഹായ് ഖന്ന സാർ. തൊണ്ണൂറ്റെട്ടും 99 കഴിഞ്ഞ 100 ഇതാ കുട്ടികളെ പിടിച്ചു 500 രൂപ. ഞാൻ ഈ ആഘോഷത്തിന് വേണ്ടി തയ്യാറാണ്. അടി അടി കൈ. ഇവിടെ വരൂ. ഇത് എന്ത് കാര്യത്തിന് വേണ്ടിയാണ് ബില്ല് പാസ്സാക്കുന്നത് പോലെ കൈയടിച്ച് പാസ്സാക്കുന്നത്? പറയൂ. എല്ലാരും ചേർന്ന് ദീപാവലി ആഘോഷിക്കാൻ പോവാണ്. അതിനുവേണ്ടി 500 രൂപ ഖന്ന സാർ ഞങ്ങൾക്ക് പിരിവും തന്നു കഴിഞ്ഞു. ദീപാവലി പാർട്ടിയോ? അതെ, ഇവിടെ കമ്പിത്തിരി ഫ്രീ ആണ്, ഭക്ഷണം ഫ്രീ, അടിച്ചുപൊളി ഫ്രീ, സന്തോഷവും ഫ്രീ ആണ്. സംശയമുണ്ടോ? പിരിവ് തന്നട്ടെ ഡോക്ടർ ബാലു. ഇതെന്താ, വെറും 100 രൂപയോ? ഒരു 500 രൂപയും തന്നൂടെ? ഇവിടെ ഒരു പിരിവല്ലേ ചോദിച്ചത്? കടം കൊടുത്ത കാശൊന്നും അല്ലല്ലോ. ഒരാൾക്ക് മനസ്സിൽ തോന്നുന്ന സംഖ്യയല്ലേ അയാൾക്ക് പിരിവായി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ, അങ്ങനെയല്ലേ? പിന്നൊരു കാര്യം, നല്ല ടിക്കയും പാർട്ടിക്ക് വേണം കേട്ടോ. ദേ നോക്കൂ, അടുത്തടുത്ത് വേറെയും വീടുകളുണ്ട്, അങ്ങോട്ട് ചെല്ലൂ. താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു, താങ്ക് യു.
കൂട്ടുകാരെ, പിരിഞ്ഞു കിട്ടിയ കാശ് വളരെ കുറവാണ്. ഇതുകൊണ്ട് ഡിന്നർ എന്നല്ല, കായ വറുത്തത് പോലും വാങ്ങി വിളമ്പാൻ പറ്റില്ല. അതിനെന്താ, കായ് വറുത്തതല്ലേ? കായ് വറുത്തത് നമുക്ക് എല്ലാവർക്കും വിളമ്പാന്നേ പറഞ്ഞാ കേക്ക്. അപ്പൊ പിന്നെ ഈ കമ്പത്തിരി മത്താപ്പൊക്കെ എങ്ങനെയാ വാങ്ങാ? ദാ, ഇങ്ങോട്ട് വന്നേ. നീ എന്താ ഡോക്ടർ ബാലു ആണോ? ഇവിടെ ഒരു അങ്ങനെ നീട്ടി വിളിക്കാനായിട്ട് നീ വേണമെങ്കിൽ ഇങ്ങോട്ട് വാ. ഇന്നാ വെച്ചോ പിരിവ്. ഇത്രയും കഴിവായിട്ടോ? സണ്ണി, നീ ഒരു മഹാനാണ്, സ്നേഹമുള്ളവനാണ്, വളരെ ക്യൂട്ടാണ്. പറഞ്ഞു വരികയാണെങ്കിൽ നീ സണ്ണിയേ അല്ല. തന്ന കാശ് തിരിച്ചു വാങ്ങണോ? അതല്ലടാ, നീ ഈ ദീപാവലി പാർട്ടിയുടെ നക്ഷത്രമാണ്. നീ വളരെ വലിയൊരു കാര്യമാണ് ഇന്ന് ചെയ്തത്. എന്നെങ്കിലും ഒരിക്കൽ ഈ സണ്ണി നല്ലവനായി മാറുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇപ്പതാ അവൻ കൂട്ടുകാരെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ചേട്ടൻ എന്ത് പണിയാ ചേട്ടായി കാണിച്ചത്? അവന്മാരുടെ പ്ലാൻ കുളവായതല്ലേ? പിന്നെന്തിനാ ചേട്ടൻ ഇത്രയും കാശ് അവന്മാർക്ക് കൊടുത്തത്? ദീപാവലി പാർട്ടി നടന്നില്ലെങ്കിൽ അവന്മാർക്ക് മാനക്കേട് കുറച്ചേ ഉണ്ടാവുള്ളൂ. പക്ഷെ നടന്നു കഴിഞ്ഞാ ഒരുപാട് മാനം കെടേണ്ടി വരും. തോത്താറാം, ഈ രസമുള്ള കഴിക്കുക ഞാൻ ടെസ്റ്റ് ചെയ്തതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. എന്റെ ഭായ്, താൻ ഇങ്ങനെ ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ മറ്റുള്ളവർ കഴിക്കാൻ ഒന്നും തന്നെ ഉണ്ടാവില്ല. സയന്റിസ്റ്റ് റിസർച്ച് ചെയ്തോണ്ടിരിക്കുക. ഇത്രയും ഭക്ഷണം സോർദാറിന്റെ ശരീരത്തിൽ എങ്ങോട്ടാ പോകുന്നതെന്ന് അവർക്കും മനസ്സിലാകുന്നില്ല. ഇവിടെ ഒരു ഈ ടിക്കയിൽ മുളകിട്ടതാണോ അതോ മുളകിൽ ടിക്ക ഇട്ടിരിക്കുകയാണോ? ഈ മുളകുന്ന പാടത്തിനകത്ത് എന്റെ നാവെന്ന കർഷകൻ വെന്ത് എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദാ കണ്ടില്ലേ എന്തുമാത്രം മുളകാണ് ഈ ടിക്കയിലുള്ളത്? തരൂ, ഞാൻ നോക്കട്ടെ. നല്ല എരിവുണ്ട്. അങ്ങ് പറഞ്ഞ ശരിയാണ്. എന്നാൽ മധുരം എടുത്ത് കഴിച്ചോളൂ. അല്ലെങ്കിലും മിക്ക ഫലങ്ങളും വളരെ മധുരമുള്ളതാണ്. എന്തായാലും നമ്മൾ പറയാറുണ്ട്, നന്മയുടെ ഫലവും മധുരമുള്ളതാണെന്ന്. ഇന്നത്തെ ഈ വൈകുന്നേരം പ്രതീക്ഷിച്ചതിലും മനോഹരമായിരിക്കട്ടെ. മാമ്പഴം പോലെ മധുരമുള്ളതായിരിക്കട്ടെ. സംശയമുണ്ടോ? ശൈത്യകാലത്ത് മാമ്പഴം കഴിക്കുന്നത് നല്ലതാണ്. ഇത്ര നേരം ഇങ്ങനെ സാഹിത്യം പറയും, ഞങ്ങളും കാത്തിരിക്കുകയാണ്. അടികൈ. എന്റെ കന്നാ സാറേ, ആക്ച്വലി ഒരു തെറ്റ് പറ്റിപ്പോയി. ദീപാവലിക്ക് കന്നാ സാറിന്റെ ഒരു കവിതയും വേണമായിരുന്നു. ആളുകൾ ഭക്ഷണം കഴിച്ചോണ്ട് കവിത ആസ്വദിച്ചേനെ. ആലോചിച്ച് നോക്ക്, എന്തുമാത്രം പ്രശംസ കിട്ടിയേനെന്ന്. അക്കരെയാണ് എന്റെ താമസം, ഇക്കരെയാണ് എന്റെ മാനസം. കന്നാ സാറേ, എന്ത് കവിതയായത്? മാനസമൈനെ നീ വരൂ, കുറച്ച് മധുരം നീ നുള്ളിത്തരൂ. കണ്ടില്ലേ, ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ ഇവിടെ കവിത ചൊല്ലുന്നത് എന്തുമാത്രം റിസ്ക് ആണെന്ന് അല്ലേ? ആ കുട്ടികളെ, നേരം ഇരുട്ടിയിരിക്കുകയാണ്. ഇനി കമ്പിത്തിരിയും വിളക്കൊക്കെ കത്തിക്കാം. പിന്നെ ഒരു കാര്യമുണ്ട്, നോ ബോംബ്സ്, കേട്ടല്ലോ? എല്ലാവരും വേഗം ഇങ്ങോട്ട് വരൂ. ഈ നാട്ടിലെ ഹീറോ നോക്കിയല്ലോ യോമാരെ. യോമാരെ, സേഫ് ദീപാവലിക്ക് നമുക്ക് ബോംബ് ഫ്രീ ആയിട്ട് അങ്ങ് കൊടുത്തേക്കാം. കൊച്ചലിയ, എന്നാ തുടങ്ങിയാലോ നമുക്ക്? ഇവിടെ ഒരു ഈ നോയിസ് ഫ്രീ ദീപാവലി ബോംബിന്റെ ശബ്ദം എവിടെ നിന്നാണ് വന്നത്? കുട്ടികളെ, ഇതാണോ നിങ്ങളുടെ സേഫ് ദിവാലി? എന്തത്? ഇത് നിങ്ങളുടെ മാത്രം വികൃതിയാണ്. ശരിക്കും നിങ്ങൾ ചെയ്തത് വളരെ വളരെ വലിയ തെറ്റായി പോയി. എല്ലാരോടും സേഫ് ദിവാലി ആണെന്ന് പറഞ്ഞ് പിരിവ് വാങ്ങിയില്ലേ? എന്നിട്ട് അവരുടെ കാശ് കൊണ്ട് തന്നെ ബോംബ് വാങ്ങി പൊട്ടിക്കുകയാണോ? അല്ല മാഡം, ഇത് മറ്റാരാണ് ചെയ്യുന്നത്? ഇവിടെ ഒരു വീണ്ടും ക്ഷമ പരീക്ഷിക്കുകയാണോ? നിങ്ങൾ എന്റെ ക്ഷമയുടെ അറബിക്കടലിൽ എത്തിച്ചിരിക്കുകയാണ്. പാർട്ടിക്ക് വിളിച്ചു വരുത്തി നിങ്ങൾ എല്ലാവരും ഞങ്ങളെ പറ്റിക്കുകയാണ്. അല്ല ഡോക്ടർ ബാലു, ഇത് മറ്റാരോ ചെയ്യുന്ന വികൃതിയാണ്. ബാക്കിയുള്ള ബോംബുകൾ എവിടെയാണെന്ന് വേഗം നോക്ക്.
ദാ നോക്കിയേ, ആരോ ചന്ദനത്തിരി ബോംബിന്റെ കൂടെ കത്തിച്ചു വെച്ചിരിക്കുകയാണ്. അതും വെവ്വേറെ സ്ഥലങ്ങളിലാണ് വെച്ചിരിക്കുന്നത്. ഇതാണ് ഓരോ സമയങ്ങളിൽ പൊട്ടിത്തെറിക്കുന്നത്. ആരാ ഇത് ചെയ്തത്? അടിപൊളി. ഇനി ഉമാരുടെ കാര്യം നാട്ടുകാരെ നിങ്ങൾ നോക്കിക്കോളും. രക്ഷിക്കണേ, രക്ഷിക്കണേ, അയ്യോ ആരെങ്കിലും രക്ഷിക്കണേ, രക്ഷിക്കണേ, രക്ഷിക്കണേ. വേഗം വെള്ളം ഒഴിക്ക്. എടാ കഴുതേ, അവന്റെ വാലിലാ വെള്ളം ഒഴിക്കാൻ പറഞ്ഞേ. എന്താ സണ്ണിച്ചേട്ടാ ഇതൊക്കെ? എന്തിനാ ബോംബിന്റെ അടുത്ത് പോയി നിന്നേ? ചേട്ടൻ അറിയാമായിരുന്നല്ലോ ഇവരുടെ സേഫ് ദിവാലി പ്ലാൻ നമ്മൾ നശിപ്പിക്കാൻ വേണ്ടി നമ്മൾ ബോംബ് എവിടെയൊക്കെ വെച്ചെന്ന കാര്യം. അത് പിന്നെ എന്താന്ന് വെച്ചാല് ഈ ഹണിയുടെയും ബണിയുടെയും ജോർദാറിന്റെയും പോപ്പട്ടിന്റെയും ദീപാവലി പാർട്ടി കൊളാക്കാന്ന് വിചാരിച്ച് ചെയ്തു പോയതാ. ആരാണോ സ്വയം മറ്റുള്ളവർക്ക് വേണ്ടി ബോംബ് വെക്കുന്നത് അവൻ അതേ ബോംബ് കൊണ്ട് തന്നെ കത്തിപ്പോകുന്നതാണ്. സംശയമുണ്ടോ? മുതിർന്നവർ എന്തുകൊണ്ടാണ് നമ്മളോട് ബോംബ് കൊണ്ടോ പടക്കങ്ങൾ കൊണ്ടോ കളിക്കരുതെന്ന് പറഞ്ഞതെന്ന് ഇപ്പൊ മനസ്സിലായോ സണ്ണി? ഇവന്റെ കാര്യം എനിക്കറിയില്ല, പക്ഷെ എനിക്കെല്ലാം മനസ്സിലായി. ഇതുപോലുള്ള ബോംബുകൾ പൊട്ടിക്കഴിഞ്ഞാ വാല് ശരിക്കും കത്തിപ്പോവും. അപ്പൊ കൊച്ചളിയ പിന്നെന്തിനാ വാലില്ലാത്ത ഒരു പടക്കം കൊണ്ടൊന്ന് പൊട്ടിക്കാൻ പാടില്ലെന്ന് പറയുന്നത്? അതെന്തുകൊണ്ടാ? ഇവിടെ വരൂ. നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചാലും മനസ്സെന്ന കടലിലെ ഒരു തുള്ളി വെള്ളം പോലും നിന്റെ തലയിലെ ബുദ്ധിക്ക് ഒരു മാറ്റവും വരുത്തില്ല. അതുകൊണ്ട് എന്തായാലും അതവിടെ നിൽക്കട്ടെ. നമുക്ക് ദീപാവലി ആഘോഷിക്കാം. എന്തായാലും എല്ലാം ശരിയായി. വേറെ അപകടമൊന്നും പറ്റിയില്ലല്ലോ. അതുകൊണ്ട് നോ ബോംബ്, നോ പടക്കം. ശാന്തിയോടെയും സമാധാനത്തോടെയും നമുക്ക് ഈ ദീപാവലി ആഘോഷിക്കാം. ഞാനും നിങ്ങൾ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ്. എന്നാ പിന്നെ വേഗോട്ടെ, മത്താപ്പൂവും പൂത്തിരിയും നമുക്ക് കത്തിച്ചു തുടങ്ങാം. ഹാപ്പി ദീപാവലി. ഒരു മിനിറ്റ്. ഹാപ്പി സേഫ് ദീപാവലി.